സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹര ഇടം. ഉദയഗിരി, തിരുമേനി, കോഴിച്ചാൽ പ്രദേശങ്ങളാൽ ചുറ്റപ്പെട്ട, ഒരു കാലത്ത് റബ്ബറും കുരുമുളകും തെങ്ങും കവുങ്ങുമൊക്കെ സമൃദ്ധമായി വിളഞ്ഞ നാട്. കണ്ണൂരിലെ താബോറിന് ഇങ്ങനെയൊരു കഴിഞ്ഞ കാലമുണ്ട്. വിളകളുടെ വിപണി സാധ്യത ഇടിഞ്ഞതോടെ കഥ മാറി. ഇതോടെ താബോറിന്റെ സമൃദ്ധിയും മങ്ങി. കർഷകർ കൃഷി വിട്ടൊഴിഞ്ഞു. കാലം പോയിട്ടും മാറ്റമുണ്ടായില്ല. പുതുതലമുറ കൃഷിയിലേക്ക് ഇറങ്ങാതെയായി. പലരും കൃഷിക്കൊപ്പം താബോറിനെയും ഉപേക്ഷിച്ചുപോയി. എന്നാൽ താബോറിനെയും കൃഷിയെയും വിടാൻ ജോസിന് കഴിഞ്ഞില്ല. ഹെൽപ്പ് ചെയ്യാൻ കുട്ടികൾ തയ്യാറാകുന്നില്ല. ആൺകുട്ടികളുണ്ടെങ്കിൽ അവർ പഠിത്തം കഴിഞ്ഞ് പുറത്തേക്ക് പോകും. പിന്നെ ഈ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. അവർക്ക് ചിലപ്പോൾ രോഗികളായിരിക്കാം. കൃഷിപ്പണി തന്നെ മാനസികമായിട്ട് മടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അധികം പേര് ഇവിടെ നിൽക്കുന്നില്ല. കുറേ പേരെല്ലാം ഇറങ്ങിപ്പോയി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൃഷിയെ സ്നേഹിക്കണം. എനിക്ക് കൃഷിയും വളരെ താല്പര്യമായതുകൊണ്ട് ഞാൻ പിള്ളേർ പ്രേരിപ്പിച്ചിട്ട് പോലും ഞാൻ ഈ നാട് വിട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. താബോറും കൃഷിഭൂമിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. വിപണിയിലെ വിലയിടിവും മരങ്ങൾക്ക് ബാധിച്ച അസുഖങ്ങളും മനം മടുപ്പിച്ചെങ്കിലും തന്റെ മണ്ണിനെ വിടാൻ അയാൾ ഒരുക്കമായിരുന്നില്ല. റബ്ബറും തെങ്ങും കവുങ്ങുമൊക്കെ നൂറുമേനി വിളഞ്ഞ മണ്ണിൽ കൊക്കോയും കാപ്പിയും ഏലവും പരീക്ഷിച്ചു. 3 വർഷം കൊണ്ട് വിളവ് തരുന്ന കൊക്കോ ജോസിനെ ചതിച്ചില്ല. ജോസിന്റെ തോട്ടത്തിൽ കാപ്പിയും നിറയെ കായ്ച്ചു നിൽക്കുന്നുണ്ട്. രാജഗിരിയിൽ നിന്നെത്തിച്ച 100ഓളം ഏലച്ചെടികളും 100-ലധികം സോദരി വാഴകളും തോട്ടത്തിലുണ്ട്. എനിക്ക് അനുഭവത്തിൽ ഏറ്റവും ബെറ്ററായ കൃഷി ഇപ്പം കൊക്കോ കൃഷിയാണ്. കൊക്കോ കൃഷി തൈകൾ വെച്ച് 3-ാമത്തെ വർഷം കായ്ക്കാൻ തുടങ്ങും. ഒരുമാതിരി നന്നായിട്ട് നോക്കണം. കാടൊക്കെ തെളിച്ച് അല്പം കാലിവളമൊക്കെ ഇട്ട് പരിരക്ഷിച്ചാൽ 3-ാമത്തെ വർഷം കാ പറിക്കാം. അധികം എരമ്പൊന്നും ഉണ്ടാവില്ല. തൈ വളരണമെങ്കിൽ കുറച്ച് വെളിച്ചവും ഒക്കെ വേണം. അതുകൊണ്ട് എനിക്ക് 10-60 കൊക്കോയോളം ഉണ്ട് കാഫലം കിട്ടുന്നത്. അതിലെ ഒരു കൊക്കോ 1-2 കൊക്കോ ഞാൻ നിരീക്ഷിച്ചതിൽ ഒരു കൊക്കോയിൽ നിന്ന് 200-ലധികം കാ കിട്ടി. 1 കിലോ കൊക്കോയ്ക്ക് 8 കാ മതി, വലിയ കായ. 1980-ൽ താബോറിലെ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാനായി എത്തിയതാണ് ജോസ്. 43 വർഷം അവിടെ തന്നെ തുടർന്നു. ഇതിനിടെ കൃഷി ആരംഭിച്ചു. ആദ്യമൊക്കെ ജോലി കഴിഞ്ഞുള്ള ഇടവേളകളിൽ കൃഷി പരിപാലിച്ചു. 2023-ൽ സർവീസിൽ നിന്ന് വിരമിച്ചതോടെ ഭാര്യ ലീലാമ്മയെയും ചേർത്തുപിടിച്ച് അയാൾ കൃഷിയിൽ ചരിത്രം രചിച്ചു തുടങ്ങി. തൊഴിലിനെയും താബോറിനെയും ഇത്രയേറെ സ്നേഹിച്ച മറ്റൊരാളെ ഇവിടെ കാണുക അസാധ്യം. ETV ഭാരത്, കണ്ണൂർ.